എഴുന്നേൽക്കാം. നമുക്ക് ഇന്നത്തെ വചനത്തിനായി മെസ്സേജ് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ, അത് നിലനിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഇതിലാരുടെയൊക്കെയാണ് പേര് മായ്ച്ചു കളയുന്നതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു. അവണ്ണമൊന്നും തെറ്റിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ലോകം മുഴുവൻ പറയുന്നത് ഓരോ ഉണർവ് യോഗത്തിനും ആ പേരുകൾ ചാർത്തപ്പെടുന്നു. ഇന്ന് ജീവപുസ്തകത്തിൽ പേർ ചേർക്കുമെന്ന് പറയുന്നു. നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. കർത്താവെ, കാലത്തികവിൽ അങ്ങയുടെ സന്ദേശം നമ്മെ തേടി വന്നപ്പോൾ ആ വെളിപ്പാടിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, ജീവപുസ്തകത്തിൽ പേര് ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇനി നാളുകൾ തോറും എഴുതുന്ന സമ്പ്രദായമില്ല. അവരുടെ അവിശ്വാസ ജീവിതം നിമിത്തം പേർ മാറ്റിക്കളയുന്നതേ ഉള്ളൂ. അതിലൊന്നും പെട്ടുപോകാതെ കരുണയുള്ള കർത്താവെ നമ്മെ സഹായിക്കണമേ. ഈ സന്ദേശപ്രകാരം ഇന്ന് നാം നമ്മെ പരിശോധിക്കുവാനായി നാം ഇവിടെ വന്നിരിക്കുന്നു. കരുണയുള്ള കർത്താവെ, പരിശോധിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലം കാഴ്ച കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. എന്താ പറഞ്ഞു പറഞ്ഞത്? എവിടെ ഞാൻ പോയി നോക്കിട്ടോ. അവിടെ ഒരു പ്ലഗ് കൊടുത്തിട്ട് അതിന്റെ തൊട്ടടുത്ത് സ്വിച്ച് ഉണ്ട്, ചിലപ്പോൾ ഓഫായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ജീവപുസ്തകം 2-ാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അവസാനം പറഞ്ഞത് മനുഷ്യപുത്രനെ നോക്കിക്കൊണ്ട്, ശ്രദ്ധിക്കുക, മനുഷ്യപുത്രനെ അല്ലെങ്കിൽ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നാണ്. പുത്രനിൽ എന്ന് പറഞ്ഞാൽ ശരീരം, ദൈവത്തിന്റെ സൃഷ്ടിയായ ശരീരം. ആ ശരീരത്തിൽ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വന്നവൻ ആരാണെന്ന് തിരിച്ചറിയണമെന്നാണ് ദൈവ ഇഷ്ടം. അല്ലാതെ ഈ ശരീരത്തിൽ വന്ന യേശുക്രിസ്തു വേറെ, ദൈവം വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്ന് വിശ്വസിക്കുന്നവർക്കല്ല നിത്യജീവൻ. ആർക്കാണ്? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. അപ്പോൾ തൃത്വം പറയുന്നവർ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. നമ്മുടെ ഇടയിലുള്ളവരാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവരോട് അറിയിക്കുക. മണവാട്ടിയാണെങ്കിൽ അറിയിക്കും. ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കാരണം മണവാട്ടിയുടെ ഉള്ളിൽ വന്ന ആത്മാവാണ് ഈ മണവാളന്റെ ആത്മാവ്. ആ മണവാളൻ കൂടെ ഉള്ളപ്പോഴാണ് ഉപവസിക്കേണ്ടതെന്ന് പറഞ്ഞത്. എന്താ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ? എന്താ? കർത്താവിനോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കുക. യഥാർത്ഥ ആത്മാവാണ് ഉള്ളിൽ വന്നതെങ്കിൽ അതിനറിയാം, ഇങ്ങനെ ഇനി അടങ്ങിയിരിക്കാനുള്ള സമയമല്ല, കാലം തീർന്നു, കർത്താവിന്റെ വരവിന് മുമ്പേ ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കേണ്ടതാണ്. അത് ഓടിക്കൊണ്ടേയിരിക്കും. അതിനൊരു പേരും പറഞ്ഞ് എവിടെയെങ്കിലും ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല. അത് നമ്മളുടെ ശരീരത്തെ അത് തള്ളിക്കൊണ്ടു പോകും. അതാണ് ആത്മാവ് ജീവിപ്പിക്കുന്നത്. അല്ല നമ്മൾ എന്നിൽ ആത്മാവ് വന്ന് ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതല്ല. വാക്യം ഏതാ? റോമർ 8:14. ദൈവാത്മാവ് വഴി നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. അല്ല നമ്മളിൽ ഇരുന്നു കൊണ്ട് നമ്മളിൽ ഇരിക്കുന്ന ആത്മാവിനെ ഞാൻ വഹിച്ചുകൊണ്ട് പോകുന്നല്ല, ദൈവാത്മാവ് വഴി നടത്തുന്ന. അപ്പൊ നമ്മളുടെ ഇഷ്ടം മറ്റൊന്നാണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവിന്റെ ഇഷ്ടം നമ്മൾ അറിയാതെ നമ്മെ കൊണ്ട് പറയുകയും പ്രവർത്തിപ്പിക്കുകയും ജീവിപ്പിക്കുകയും എന്താ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് നൽകിയിട്ട് ആ ദൈവവചന പ്രകാരം ജീവിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണയ്ക്ക് അനുകൂലമായി നമ്മൾ നിന്നു കൊടുത്താൽ മാത്രമേ ദൈവം വഴി നടത്തുന്നവരാകുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം വഴി നടത്തുന്നവരാകില്ല, നമ്മൾ തന്നെ നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന യവന് നിത്യജീവനുണ്ട്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.
ഈ പുതിയ എടുക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൽക്കാലം നിർത്തിയിട്ട്, യൂതയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അതെല്ലാം നമുക്ക് നിർത്തിയിട്ട് പഴയ നിയമത്തിലേക്ക് പോയി അവിടെ ദൈവം ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഇണവചനമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം വിളിച്ച പുരോഹിതന്മാരിലൂടെ അറിയിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, എങ്ങനെ ആ വചനത്തോടൊപ്പം ജീവിച്ചവര്. ഒരു അല്പജനം മാത്രമേ, ബ്രദർ സ്വിച്ച് ഓഫ് ആയിരുന്നോ? അപ്പോ ഓരോ കാലത്തും ദൈവം അയച്ച ഏഞ്ചലിലൂടെ സന്ദേശം നൽകുമ്പോൾ ആ നൽകുന്ന ജനം, അല്പം ജനം മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. ഏറിയ ഭാഗം ജനവും, അത് അറിയുന്നവർ തന്നെയും അത് തള്ളിക്കളഞ്ഞിട്ട് അവർ ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് ബുദ്ധിപരമായി നടത്തും. അതാ ബൈബിൾ പറഞ്ഞത്, ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വം എന്ന് എണ്ണിയിരിക്കുന്നു. എന്റെ ജ്ഞാനമല്ല എന്നെ വഴി നടത്തുന്നത്, എന്റെ ആത്മാവാകുന്നു എന്നെ വഴി നടത്തുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലേക്ക് പോയി അവിടെ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയും നോക്കാം. ഉൽപ്പത്തി പുസ്തകം 35 23 മുതൽ 26 വേദഭാഗമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 23 മുതൽ 26 വരെ. ഈ വാക്യങ്ങളിൽ യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു എന്ന് നമുക്ക് കാണാം. അവർ ഈ 12 പേര് ആൺമക്കളെയാണ്. മൊത്തം 13 ഉണ്ട്. ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. പെൺകുട്ടി അതിനകത്ത് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇസ്മായേലിന്റെ വംശപരമ്പരയിൽ നിന്നും 12 ഗോത്രങ്ങളെ പുരുഷന്മാരെടുക്കുമ്പോൾ അവിടെയും ഒരു സ്ത്രീയും 12 പുരുഷന്മാരും, ഇവിടെയും 12 പുരുഷന്മാരും ഒരു സ്ത്രീയും. അവിടെയും ആ സ്ത്രീയെ വിട്ടുകളഞ്ഞു, ഇവിടെയും ആ സ്ത്രീയെ വിട്ടുകളഞ്ഞു. പുരുഷന്മാരെ എടുത്തിട്ട് യഹൂദന്മാരിൽ 12 ഗോത്രവും അവിടെയും 12 ഗോത്രവും. ഇവിടെ നോക്കുക, പുത്രന്മാർ 12 പേരായിരുന്നു കാണാം. അവർ രൂബേൽ, സിമയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലോൻ, യോസഫ്, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ എന്നിവരായിരുന്നു. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തതാണ്. ശ്രദ്ധിച്ചോണം, നമ്മളെയും ദൈവം നമ്മൾ ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ വന്നത് പഴയ നിയമത്തിൽ എന്ത് ചെയ്തു, അവർക്ക് വചനം കൊടുത്തപ്പോൾ തള്ളിക്കളഞ്ഞവർക്ക് എന്ത് ചെയ്തു എന്ന് മാത്രമല്ല കാണാൻ. ഈ കാലത്തും കർത്താവ് എനിക്ക് വേണ്ടി തന്നതിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഈ പറഞ്ഞ ഈ 12 ഗോത്രവും ദൈവം തിരഞ്ഞെടുത്തതാണ്. ഈ 12 ഗോത്രത്തെ തിരഞ്ഞെടുക്കുമ്പോഴും ദൈവം അവരുടെ മുമ്പിൽ ഒരു നിയമം വയ്ക്കുകയാണ്. ഒന്നാമത്തെ എന്താണ്? നിങ്ങൾ പാപത്തിലാകുന്നു, മാനസാന്തരപ്പെടുവിൻ, ഇല്ലെങ്കിൽ മരിച്ചു പോകും. ഇതാണ് ദൈവം എപ്പോഴും അവരുടെ ഓരോ വ്യക്തികളെ അയച്ചിട്ട് ദൈവത്തിന് അവരോട് പറയാനുള്ളതാണ്, നിങ്ങൾ പാപത്തിലാണ്. എന്താ പാപം? അവരുടെ കാലത്തേക്കായി ദൈവം നൽകിയ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നത് ദൈവത്തിനെ അറിയാവൂ. ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർ പാപത്തിലാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരും. ഈ കാലത്ത്, അതായത് യേശുക്രിസ്തു വന്നു പോയി പരിശുദ്ധാത്മാവായി വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള വേദവാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ. കാരണം ഇവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവനെ തള്ളുന്നവൻ എന്നെ അയച്ചെന്ന് തള്ളുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞതിന് അവർക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം എന്താ? അവർ ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് എന്റെ അമ്മ അവിടെ ഇരിക്കുന്നു. അമ്മ ഏത് വേഷത്തിൽ വന്നാലും, മുഖം മൂടി ധരിച്ചു വന്നാലും അമ്മയുടെ ശബ്ദം കേട്ടാൽ ഏതൊരു മകനും തിരിച്ചറിയാം. ഇനി മറഞ്ഞിരുന്ന് സംസാരിച്ചാലും അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പിതാവിന്റെ സാന്നിധ്യം മക്കൾ തിരിച്ചറിയും. അങ്ങനെ ഈ പത്രോസിന്റെ ഉള്ളിലിരുന്ന് ആരാ? എവർ പ്രിയം വെച്ചിരിക്കുന്ന അതേ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയി കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളുണ്ടാവും. ലോകം നോക്കുമ്പോൾ അത് പത്രോസ് സംസാരിച്ചതാണെന്ന്. പത്രോസ് സംസാരിച്ചതാണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയും ദൈവമക്കളല്ല. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ശബ്ദം പത്രോസിലൂടെ, മാർക്കോസിലൂടെ, യോഹന്നാനിലൂടെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ മോശയിലൂടെ, ഏലിയാവിലൂടെയോ ഏലീശയിലൂടെയോ സ്നേഹയോഹന്നാനിലൂടെ ആരിലൂടെ പറഞ്ഞാലും ഓരോ കാലത്തും ദൈവം, ഇതൊരു ശ്രദ്ധിക്കുന്ന പ്രധാന പോയിന്റ്, ഓരോ കാലത്തും ദൈവം തന്റെ ഏഞ്ചലിനെ അയച്ച് അവരിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരില്ല. എങ്ങനെ? അതാണ് അറിയേണ്ടത്. 99% പേരും തെറ്റിപ്പോകുന്നവരും 1% മാത്രം അതിനോട് അനുകൂലമായി നിൽക്കുന്നവരും. അപ്പോൾ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നത് എത്ര പേരില്? 1% പേരില്. മോശയുടെ കാലത്ത് 30 ലക്ഷം പേരെ വിളിച്ചു വരുന്നു. വഴി വന്ന് 30 ലക്ഷം, 3 പേർ, മോശ ഉൾപ്പെടെ. നോഹയുടെ കാലത്ത് 8 പേർ. സോതോമിൽ നിന്ന് 3 പേർ പുറത്തേക്ക് പോയി, 4 പേർ പുറത്തേക്ക് പോയി. അമ്മ തിരിഞ്ഞു നോക്കി, സ്വത്തുവകൾ സമ്പത്തായിരുന്നു, തിരിഞ്ഞു നോക്കി, അത് വീണു പോയി. പിന്നെയോ 2 മക്കളും അപ്പനും മദ്യം കൊടുത്ത് മയക്കി ആ ഒരു വ്യഭിചാരം നടന്നപ്പോൾ അപ്പൻ മാത്രം നീതിമാന്റെ ഗണത്തിൽ വരും. കാര്യം എന്താ? അപ്പൻ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞുകൊണ്ടാച്ചത്, അവിടെ വീണുപോയി. അപ്പൊ ഈ കാലം സോതോമിന്റെ നാളുകൾ പോലെയും നോഹയുടെ കാലം പോലെയും
എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വചനം ക്രിയ ചെയ്യുന്നത് ചെറിയൊരു കൂട്ടരിൽ മാത്രം. അവർ കാണാനൊന്നും കൊള്ളൂല, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, കുടുംബവും ഗോത്രമൊന്നും പാരമ്പര്യവും ഒന്നും ഉണ്ടാവില്ല, സകലവരും തള്ളിക്കളഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല. സഭാപ്രസംഗം 1:9 പറയുന്നു, സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല, മുൻപ് എന്ത് സംഭവിച്ചോ അത് തന്നെ പിന്നത്തെ സംഭവിക്കും. വരാനുള്ളതും സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പോഴുള്ളതും സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ യേശു വന്നപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞത് വഴിവക്കിൽ കിടന്ന പൊട്ടനും കുരുടനും വേശ്യയും ഭൂതഗ്രസ്തരും ഒക്കെയാണ് തിരിച്ചറിഞ്ഞത്. അവരെയോ പള്ളിപ്രമാണിമാർ തള്ളിക്കളഞ്ഞത്, വീട്ടിൽ പോലും കയറ്റില്ല. ഭർത്തിമായി കർത്താവേന്ന് വിളിച്ചപ്പം മിണ്ടരുതെന്ന് പറഞ്ഞെന്താ? എടാ ഈ പോകുന്ന ആരും അറിയും, അവർക്കറിയില്ല. യോഹന്നാൻ സ്നാപകനല്ലേ വിളിച്ചു ചേർത്തത്? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു ചേർത്തവരാണ് പറയുന്നത് മിണ്ടരുത് മിണ്ടരുത് എന്ന് വെച്ചാൽ നമ്മളെ ആള് പോണെന്ന്. എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്, വരുവാനുള്ളവൻ നീ തന്നെയാണോ, ഞങ്ങൾ വേറെ അന്വേഷിക്കണമെന്ന്. അവർക്ക് എന്ത് മനസ്സിലായി? പക്ഷെ ആത്മകണ്ണ് തുറന്നവൻ, ജഡീക കണ്ണ് അന്ധനായവൻ വിളിച്ചത് ഇവർ കണ്ടതുപോലെ അല്ല അവൻ കണ്ടത്. അവൻ വിളിച്ചത് യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ട്. അവൻ വിളിച്ചത് കർത്താവേ, സൃഷ്ടികർത്താവ്, എന്റെ ഉടയവൻ. പിന്നെയോ ദേ അപ്പൊ പിതാവ് ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നിൽക്കുന്ന പുത്രനെ അവൻ തിരിച്ചറിഞ്ഞു. 1000 ആണ്ട് വാഴ്ചയിൽ വരുന്നവൻ കൂടെ വിളിച്ചു കർത്താവേ ദാവീദ് പുത്ര. എന്തൊരു വീക്ഷണം നോക്ക്! ഇതാർക്ക് കിട്ടി വെളിപ്പാട്? അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും. ലോകം ഇത് മൂന്നെന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവ് തന്നെയാണ് യേശു. പിതാവ്, കർത്താവ്, പുത്രൻ, യേശു, പരിശുദ്ധാത്മാവ്, ക്രിസ്തു എന്ന് വെളിപ്പെട്ട് നമുക്കാ വെളിപ്പെട്ടത്. അപ്പോ ഒരു ചെറിയൊരു കൂട്ടരിൽ മാത്രമേ ദൈവം ക്രിയ ചെയ്യുള്ളൂ എങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. രാമേനൊന്നും ഇല്ല, ഞാനിതൊന്നും പറയുന്നില്ല, പറയുമ്പോഴൊക്കെ വിഷമമുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനോടാണെങ്കിൽ, ക്രിസ്തുവിന്റെ വകയാണെങ്കിൽ നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം കേട്ടു. നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുന്നു, ഇവിടെയുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഞാൻ അങ്ങനെ പോലത്തെ പറയാൻ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. കാര്യം എന്റെ അപ്പനെ കുറിച്ചാണ് പറഞ്ഞത്. ജഡത്തിലെ അപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്ര ആകാംക്ഷയെങ്കിൽ ഇവിടെ നിന്ന് മരിച്ചു പോയാലും നശിച്ചു പോയാലും ജീവൻ വെപ്പിച്ച് കൊണ്ടുപോകേണ്ട കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞാൻ, ആ വ്യക്തി, പോകേണ്ട വ്യക്തിയും കൂടെ ഞാനെന്ന് പറഞ്ഞാലും പറ മാസ്റ്റർ, അടുത്തത് കൂടെ പറ, സമയം പോട്ട്, കുറച്ചുകൂടി കഴിയട്ടെ, പെട്ടെന്ന് പറ എന്ന രീതിയിൽ ഇരിക്കരുത്. കാര്യം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഞാനല്ല, കർത്താവാണ്. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങൾ ഇന്നിവിടെ വന്നത് ആത്മീക മനുഷ്യനെ പോഷിപ്പിക്കാനാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നത് കർത്താവിനറിയാം. ആ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവരാണോ? ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തരുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവരാണ്. എങ്ങനെയാണ്? അവര് സ്തോത്രവും ഹല്ലേലൂയയും പറയുന്നു, അതല്ല ദൈവത്തിന് മഹത്വം. എങ്ങനെ ദൈവത്തിന് മഹത്വം ഞാൻ പറഞ്ഞു ചോദിക്കുന്നുണ്ട്, പഠിപ്പിച്ചാണ്. കൊലോസ്യർ 3:17 എടുത്ത് വായിച്ചു നോക്ക്. ഒന്ന് വായിക്കും, നോക്കാം നമുക്ക്. നമ്മളെല്ലാവരും പറയും വാക്കിനാലോ ക്രിയാവെന്നൊക്കെ പറയും. ഒന്ന് ഉറക്കെ വായിക്കാറില്ല, ഞാൻ ഇവിടെ ആയിട്ട് പറയാം. നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കൂടെ ഒന്ന് ബോധം വരണോ? കൊലോസ്യർ 3:17. ഇരൊറ്റ പള്ളിക്കാരൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്തും, അടുത്ത് അവൻ മുഖാന്തരം പിതാവ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ മഹത്വം കൊടുത്തോണ്ടിരിക്കും. അപ്പൊ കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ, യേശുക്രിസ്തു നാമത്തിൽ ചെയ്താലേ ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ മഹത്വം പോവുള്ളൂ. അപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ ഈ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അവർക്കറിയില്ല. ഇത് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് അവരുടെ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യിക്കില്ല. കുഞ്ഞുങ്ങളുടെ വിവാഹം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യിക്കില്ല. മരണ അടക്ക ശുശ്രൂഷ പോലും യേശുക്രിസ്തു നാമത്തിൽ ചെയ്യും. എങ്കിൽ പുനരുദ്ധാനത്തിൽ ഉണ്ടാവുള്ളൂ. റോമർ 6:7 വായിച്ചു നോക്കണം. നിങ്ങൾ മരണത്തിന്റെ സാദൃശ്യത്തോട് അവനോടുകൂടി ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ഇത് വചനം നല്ലവണ്ണം പിശാചിനറിയാം. ഈ ജനത്തെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം ദൈവത്തിന് ഒന്നാമത് മഹത്വം പോകരുത്. കാര്യം എന്താ? ദൈവത്തിന് മാനവ മഹത്വം സ്തോത്രം സ്തുതി അർപ്പിച്ചുകൊണ്ടിരുന്നവനാണ് വെട്ടിവീഴ്ത്തിയത്. എന്നിട്ട് അവനെക്കാളും വലിയ സ്ഥാനത്ത് നമ്മളാക്കിയിരിക്കുമ്പോൾ അവന് സൂഹിക്കുവോ? അവൻ മാക്സിമം വാ കൊണ്ടത് സ്തോത്രവും ഹല്ലേലൂയ സ്തുതിയും യേശുക്രിസ്തു നാമത്തിലും ഒന്നും ചെയ്യിക്കാതിരിക്കാൻ നോക്കുക തന്നെ ചെയ്യും. ഇതൊരു തന്ത്രമാണ്. ഇതാ യേശു പറഞ്ഞ, നിങ്ങൾ പിശാചിന്റെ തന്ത്രം അറിയാത്തവരല്ലല്ലോ. അത് അവരങ്ങനെ. നമ്മളോ
വാക്കിനാലോ ക്രിയയാലോ യേശു ക്രിസ്തു ചെയ്യാണ്. പക്ഷെ അടുത്ത് നമുക്ക് എന്താ? സ്തോത്രം എന്ന യാഗം ഇടപെടാതെ അർപ്പിക്കുവേൻ നമ്മളോട്ട് കൊടുക്കുകയില്ല. മണവാട്ടിയാണെന്നും പറയുന്നു. പക്ഷെ ജഡത്തിലെ ഒരു അപ്പന്റെ കാര്യം പറഞ്ഞാൽ ഉണർന്നിരിക്കും. പാസ്റ്റർ പറഞ്ഞതിന്റെ ബാക്കി ഇവിടെ വേണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അത് എന്റെ അപ്പനെ കുറിച്ചല്ലേ. ഇതുപോലെ ബാക്കി പറയേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതിനെ കൂടുതൽ അറിയാൻ മെസ്സേജ് പുസ്തകമുണ്ട്, എല്ലാവർക്കും വന്നിട്ട് വായിക്കുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക, കർത്താവിനോട് ചോദിക്കുക, പോകുന്ന വഴിയിലൊക്കെ ചോദിക്കുക. വണ്ടി പഠിക്കുന്നവരായാലും കൺട്രോളൊക്കെ കർത്താവ് നോക്കിക്കോളൂ. അനുഭവം കൊണ്ട് പറയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ദാഹം അതാണെങ്കിൽ ഒരു വണ്ടി വന്നാലോ പോയാലോ ഒന്നും നമ്മളറിയില്ല, വീട്ടിൽ ചെല്ലുമ്പോഴാണ്. ഇതിനിടയിൽ മുഴുവൻ കർത്താവുള്ള സംഭാഷണത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോഴേ ഉള്ള ദാഹമായിരിക്കണം പോകുമ്പോഴുള്ള ദാഹം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്ത്, ഇതാണ് പ്രധാനപ്പെട്ട, ദൈവം തിരഞ്ഞെടുത്ത 12 ഗോത്രം, അതിൽ നിന്ന് തന്നെ 2 ഗോത്രത്തെ മുഴുവനായി തള്ളിക്കളഞ്ഞു. 2 വ്യക്തികളെ അല്ല. 2 ഗോത്രം എന്ന് പറയുമ്പോൾ എത്ര ആയിരക്കണക്കിന് വരും. 12 ഗോത്രങ്ങളിൽ 30 ലക്ഷം പേര്, ഏകദേശം 20-25 ലക്ഷം കിട്ടും. അപ്പൊ ഒരു ഗോത്രത്തിൽ എത്ര ആൾക്കാർ വരും? എത്ര ലക്ഷം വരും? 2 ഗോത്രം എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം പേരെ തള്ളിക്കളഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത്. വിളിക്കപ്പെട്ടവരെന്നല്ല, അതാണ് ഞാൻ പറഞ്ഞ പ്രധാനം. വിളിക്കപ്പെട്ടവർ അനേകർ. നമ്മൾ സംഘടനാ സഭയില് നമ്മളാരാ? തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതുപോലെയാണ് ഈ 12 ഗോത്രത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ ചുരുക്കം പേരിൽ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പന അല്ലെങ്കിൽ നിയമങ്ങൾ പ്രമാണിച്ചനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് എതിർത്ത് നിന്ന് ആദ്യമേ 1-2 പേര് അവരുടെ ലീഡറിനെ അല്ല, ആ ഗോത്രം മുഴുവനും കളഞ്ഞു. സ്വന്തം ജനം. അങ്ങനെയെങ്കിൽ നമ്മളോട് സ്വഭാവത്തിന് വിരുദ്ധമായ കാട്ടുമരമായ നമ്മെ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചെങ്കിൽ സ്വഭാവത്തിന് വിരുദ്ധമാണ് നമ്മൾ. പക്ഷെ നല്ല ഒലിവ് മരം അല്ല, യഹൂദനെ എത്ര അധികം. അപ്പോഴും ആലോചിക്കണ്ടേ, യഹൂദനെ ആ ഗോത്രം മുഴുവൻ തള്ളിക്കളഞ്ഞെങ്കിൽ കൃപയാൽ മാത്രം രക്ഷിക്കപ്പെട്ട നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? ഇതിന്റെ താഴോട്ട് പറയുന്നുണ്ട്, 5ാമത്തെ മുദ്രയിൽ നിലവിളിക്കുന്നവരെ കുറിച്ച്. ഒരിക്കലും ഒരു കാര്യം പറയാം, ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നോ എന്നോട് പ്രതികാരം ചെയ്ത ഒരു വ്യക്തി അനുഭവിക്കുമെന്ന് പോലും പറയരുതെന്നാണ് ഇതിനകത്തോണ്ട്. ഇന്നിപ്പോ തെടുക്കിൽ അങ്ങോട്ടുണ്ട്. അവിടെ യഹൂദന്മാർ നിലവിളിക്കുകയാണ് പ്രതികാരത്തിനായി. അവർക്ക് നിലവിളിക്കാം, അവര് സ്വന്തം ജനമാണ്. നമ്മള് അയലോകത്ത് പോലും വരാൻ യോഗ്യതയില്ലാതെ അത്ര പാപിയായി കിടന്ന നമ്മെ ദൈവം എടുത്ത് അവരെക്കാൾ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് യേശു ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നത്. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത് പറയുന്നവൻ മാത്രമാണ് മണവാട്ടി. ഞാൻ പറയുന്ന ആരെയും വിഷമിപ്പിക്കാൻ ഇതിനകത്തുണ്ട്, തുറന്നെടുക്കും. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത്, അപ്പൊ ദൈവം തിരഞ്ഞെടുത്ത 12 ഗോത്രത്തിൽ നിന്ന് അവരുടെ സംഭവമാണ് പറയുന്നത്. ഈ 12 പേരുടെയും സന്തതികളാണ് ഇസ്രായേലിന്റെ ഗോത്രങ്ങളായി തീർന്നത്. ഇവരിൽ യോസേഫിന് മാത്രമാണ് ആ പേരിൽ ഒരു ഗോത്രം ഇല്ലായിരുന്നത് വിളിക്കുന്ന സമയത്ത് എന്നൊരു വ്യത്യാസമുണ്ട്. ജോസഫിന്റെ 2 പുത്രന്മാരായ എഫ്രൈമും മനശ്ശെയും ചേർന്ന 13ാമതൊരു ഗോത്രം കൂടി വേണമായിരുന്നു. എന്നാൽ അത് എടുത്തില്ല. ഇത് ദൈവത്തിന്റെ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ്. ലേവ്യ ഗോത്രം ദൈവത്തിന്റെ പുരോഹിത വർഗമായി നീക്കപ്പെട്ടതിനാൽ 12 ഗോത്രത്തെ എടുത്തു, അതിൽ 1 പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. നീക്കപ്പെട്ടതിനാൽ ഇങ്ങനെ 13ാമതായി ഒരു ഗോത്രം കൂടി ആവശ്യമായി വന്നു. ഇസ്രായേൽ മിസ്രയീം വിട്ടതിന് ശേഷം ദൈവം അവർക്ക് മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരം നൽകിയപ്പോൾ ലേവി ഗോത്രവും മറ്റു 12 ഗോത്രങ്ങൾ, അതേ പറഞ്ഞ എഫ്രൈം, ദാൻ, ഈ 2 ഗോത്രത്തെയും ദൈവം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാ നമുക്ക് നോക്കാം. പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നതായി നാം കാണുന്നു ലേവ്യ ഗോത്രം. ഈ ഗോത്രങ്ങളുടെ പേര് ക്രമമായി സംഖ്യാപുസ്തകം 10ാമത്തെ അധ്യായം 11 മുതൽ 28 വരെ ഉണ്ട്. ഓക്കോ, ഇതിൽ ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന്. അത് വെളിപ്പാട് പുസ്തകം 7ാമത്തെ അധ്യായത്തിലാണ്. അവിടെ വരുമ്പോൾ ലേവി ഗോത്രവും ജോസഫ് ഗോത്രവും ബെന്യാമിൻ ഗോത്രത്തെയും കൂടെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ദാൻ ഗോത്രത്തെയും എഫ്രൈം ഗോത്രത്തെയും തള്ളിക്കളഞ്ഞതിന് കാരണം എന്താ? എന്തുകൊണ്ടാണ് ദാനിനെയും എഫ്രൈമിനെയും പേരുകൾ വിട്ടുകളഞ്ഞത്? അതായത് നമ്മൾ എടുക്കുന്ന വിഷയം ജീവപുസ്തകം. ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നിട്ടും ആ 2 ഗോത്രത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞത് നോക്കുക. അതിന്റെ
ഉത്തരവും നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും. ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും കൊണ്ടുള്ള വിഗ്രഹാരാധന. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും ഒരു നാളും ഉണ്ടാകരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ അങ്ങനെ ആ ഗോത്രം ദൈവത്തെ വിട്ടകന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ അവരുടെ പേര് ജീവപുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞു. ഇനി അടുത്ത് പറയുന്ന പ്രധാന കാര്യം, ആരുടെ പേരാണ് മായ്ച്ചത്? വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. നമ്മളെ കാണണം, അവരെ ഇപ്പൊ കാണണ്ട. അവരുടെ കാര്യം കഥ പോലെ കേട്ടിട്ട് നമ്മുടേത് യാഥാർത്ഥ്യമായി കണ്ടാലേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എവിടെയാണ് എന്ന് എനിക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പം വിളിക്കപ്പെട്ട അനേകം പേരുണ്ടായിരുന്നതിൽ, ദൈവ സൃഷ്ടിയായിട്ട് ഉണ്ടായിരുന്നതിൽ 12 ഗോത്രത്തെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ മുമ്പിൽ ഒരു നിയമം വെച്ചു. നിയമം വെച്ചതാരാ? കാണാത്ത ദൈവം കാണുന്ന ശരീരത്തിലൂടെ സംസാരിച്ചപ്പോൾ അതേ ആത്മാവ് വ്യാപരിച്ചവർക്ക് മാത്രം മനസ്സിലാകും ഇത് ദൈവകൽപ്പനയെന്ന്. ബാക്കിയുള്ളവരോ ദൈവത്തിന്റെ കൽപ്പനയൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല, ഇതിവിടെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് തന്നെയല്ല, അല്ലെങ്കിൽ ഇന്നത്തേക്ക് അങ്ങ് പോട്ടെ എന്ന് വരും, തെറ്റിക്കില്ല. അങ്ങനെയൊക്കെ തെറ്റിച്ചവരാണ് പോയത്. ഇതാ നോക്കുക. എന്നിട്ട് അവരെന്ത് പറയും? ഈ തെറ്റിയവരുടെ നമ്മളെ പോലെയാണ്. നമ്മളെ പോലെ ഞാൻ പറയണുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഒരു തെറ്റ് ചെയ്ത് തരുന്നാലും ഓടി വന്നിട്ട് ക്ഷമ ചോദിച്ചിട്ട് നമ്മളെന്ത് പറയും? ഞാൻ മണവാട്ടിയാണ്, കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഉറപ്പായിട്ട് ഇതാ നോക്കൂ, തെറ്റി നടന്ന് മാനസാന്തരപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നു. അവരുടെ ചിന്ത എന്തായിരുന്നു നോക്കിയോ? ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കുകയും അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സു വരാതെയും യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിച്ചു. കണ്ടോ? എന്താ കാരണം? ദൈവം പറഞ്ഞതിന് മാറ്റം വരുത്തിയത്. അപ്പോൾ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലല്ലോ. ഞാനിപ്പോ നമ്മളെല്ലാം സന്ദേശത്തിലാണ്. അന്ത്യകാലത്ത് പ്രവാചകനോട് അറിയിച്ചതിൽ വിരുദ്ധമായിട്ട് ഒന്നുമില്ല എന്ന്. എന്താണ് വിഗ്രഹം എന്നറിയണം. അപ്പോഴാണ് നമ്മൾ വിഗ്രഹാരാധിയാണോ ദൈവത്തെയാണോ ആരാധിക്കുന്ന അറിയാം. ലോകക്കാർ ആരാധിക്കുന്ന ആരാണ്? ക്രിസ്ത്യാനികൾ വിഗ്രഹത്തെയാണ്. ആവർത്തന പുസ്തകം 45-ലും 43-ലും ഒക്കെ പറഞ്ഞു, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല, എനിക്ക് മുൻപായ ഒരു ദൈവമില്ല, എനിക്ക് പിൻപായ ഒരു ദൈവമില്ല, എനിക്ക് സമനായും ആരുമില്ല, ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കെ ഈ ക്രിസ്ത്യാനികൾ പറയുന്നു പിതാവ് അയച്ച് വന്നതാണ് പുത്രൻ രണ്ടാമത്തത്. അപ്പൊ അയക്കപ്പെട്ട ദൈവമാണോ വന്ന ദൈവം? ആദ്യം പറയും ഇത് രണ്ടും ഒന്നേനെന്ന് പറഞ്ഞു. നമ്മൾ കടുപ്പിച്ച് ചോദിച്ചാൽ അപ്പോഴിടയ്ക്ക് ചോദിക്കണം, അപ്പൊ അയച്ച ദൈവം തന്നെയാണോ വന്ന ദൈവം? കൺഫ്യൂഷനായി. പിശാച് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ട്, രണ്ടെന്ന് പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും ചേർന്ന ഒന്ന്, അപ്പോൾ ശീതോഷ്ണവനായി. അപ്പം വേറെ വ്യക്തിയെന്നും പുത്രനാണെന്നും സൃഷ്ടികളിൽ ആദ്യജാതനാണെന്നും ദൈവത്തിന്റെ പുത്രൻ, ദൈവം ഇവിടുന്ന് പ്രാർത്ഥിച്ച ദൈവത്തോടല്ലേ പ്രാർത്ഥിച്ചത്, അവിടെ ദൈവം അവിടെയും പുത്രൻ ഇവിടെ എന്ന് പറയുന്നവരാരാണ്? വിഗ്രഹാരാധിയാണ്. ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്. അവര് പറയുന്നു യേശുക്രിസ്തുവിന്റെ പിതാവാണ് ദൈവം, അത് വേറെയാണ്. ഇത് രണ്ടാമത്തേതെന്ന് പറയുന്നത് കൊണ്ടാണ് പാപമായത്. ആ ദൈവം തന്നെയാണ് നമ്മൾ വിശ്വസിക്കും പോലെ, ആ കാണാത്ത ആത്മാവായി നിന്ന ദൈവമാണ് കാണുന്ന ജഡശരീരത്തിൽ വന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ പറഞ്ഞ ആമേ, കറക്റ്റ്. അവരങ്ങനെയല്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ലേ? ക്രൂശിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചില്ലേ? സ്നാനപ്പെട്ടപ്പം പരിശുദ്ധാത്മാവ് വന്നില്ലേ? പിതാവ് പറഞ്ഞില്ലേ ഇവൻ എന്റെ പ്രിയപുത്രൻ? വീണുപോയി. എന്നിട്ട് ആരാധിക്കുന്നു? ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ആരാധിക്കും. അവരെല്ലാം പറഞ്ഞത് സൃഷ്ടികളിൽ ആദ്യജാതൻ. സൃഷ്ടിയല്ല ആരാധിക്കാൻ, സൃഷ്ടിച്ചവനാണ് ആരാധിക്കാൻ. അപ്പോൾ അവരുടെ വാക്ക് നിമിത്തം അവർ പിടിക്കപ്പെടും. എന്നിട്ടോ എന്റെ നാഥാ, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരമായിരുന്നാലും ഇത് അവരറിയുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ മക്കളാണ്, മണവാട്ടിയാണ്. പക്ഷെ നിരൂപണങ്ങൾ അവരെന്താ? വിഗ്രഹാരാധിയാണ്. ദൈവം വേറെ മനസ്സിലായോ? ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണ്, അത് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവർക്ക് എങ്ങനെ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റും? നമുക്ക് ആരാധിക്കാം. കാണാത്ത ദൈവമാണ് കാണുന്ന ശരീരത്തിൽ വന്ന കർത്താവായ യേശുക്രിസ്തു. നമുക്ക് യേശുക്രിസ്തുവിനെ ആരാധിക്കാം. അവർ വേറെ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുന്നില്ല. ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. ഞാനല്ലാതെ അന്യ ദേവന്മാർ നിങ്ങൾ ദൈവം ഉണ്ടാകരുത്. അപ്പോൾ അവരാരാണ്? വിഗ്രഹാരാധികൾ. അവിടെ നിന്ന് ദൈവം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ഏക ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഈ ഗോത്രത്തെ നോക്കാനല്ല, ഇന്ന് ഈ സന്ദേശപ്രകാരം
ഞാൻ വിഗ്രഹാരാധിയാകുന്നത് എങ്ങനെയാണ്? ദൈവം എനിക്കായി പറഞ്ഞിരിക്കും. കാര്യം ഈ വിഗ്രഹാരാധന വരുന്നത് എങ്ങനെയാണ്? ദൈവം ആണ്. ആ ദൈവത്തെ വിട്ട് മറ്റെന്തിനെ ആരാധിച്ചാലും എന്ന് പറയുന്നത് മാത്രമല്ല, അനുസരിച്ചാലും ദൈവമെന്ന രൂപത്തിൽ, യേശു ക്രിസ്തുവിനെയും ദൈവമെന്ന് പറയുന്നു, യഹോവയെയും ദൈവം എന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ വീണുപോയി. അപ്പോൾ ദൈവത്തെക്കാൾ അധികമായി നാം എന്തിനെ വിശ്വസിച്ച് ആരാധിച്ച് അനുസരിച്ചാലും എങ്ങനെ? ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അപ്പോൾ വിഗ്രഹമായി. അങ്ങനെയെങ്കിൽ നമ്മളെ പരിശോധിക്കുക. മണവാട്ടി സഭയ്ക്കായിട്ട് മണവാളൻ വന്നിട്ട് ഈ മെസ്സേജിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്രയും പ്രായം കുറവല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇനി ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രായം കൂടിയ ആളല്ലേ, കുഴപ്പമില്ല, ഞാനായിട്ട് കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സഭയിൽ എല്ലാ ദിവസവും പോവുകയും മെസ്സേജ് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി തന്നെയല്ല. ദൈവം എന്നോട് അത്ഭുത അടയാളം വീര്യപ്രതിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ട്രാക്കി കൊടുക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പുരോഹിതനാണല്ലോ, അല്ലെങ്കിൽ കർത്താവ് എന്നെ പുരോഹിതനാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞ വചനത്തെ ഞാൻ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് എന്റെ ബുദ്ധി പ്രകാരം ഞാൻ പോകുന്നുവെങ്കിൽ ഞാൻ വിഗ്രഹാരാധിയാണ്. കാര്യം എന്താ? ഈ വചനമാണ് ദൈവം. ആ വചനമെന്ന ദൈവം എന്നിലേക്ക് വന്നതിനേക്കാൾ ഞാൻ അതിനെ മാറ്റിയിട്ട് മറ്റൊരു രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ വിഗ്രഹാരാധിയാണ്. ഇത് മനസ്സിലാക്കിയാലേ ഈ ചർച്ചയിൽ നിനക്ക് ഫലമുള്ളൂ. അല്ലാതെ അന്ന് 12 ഗോത്രത്തെ തിരഞ്ഞെടുത്തു, ദാനും എഫ്രൈം ഗോത്രം തള്ളിയത് വിഗ്രഹാരാധി ആയതുകൊണ്ടാണ്. അത് വേണം അവർക്ക്, ഞാനോ അതിനേക്കാളും കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പോൾ ഞാൻ സഭയിൽ വന്നത് ഇന്ന് എന്നെ ചെത്തി വെടിപ്പാക്കാനാണ് ഞാൻ സഭയിൽ വന്നത്, ദൈവത്തെ ബോധ്യപ്പെടുത്താനല്ല. ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, വീട്ടുകാരെ, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഇന്ന് വന്നോന്ന് അവർ നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതെങ്കിലും നിങ്ങൾ ദൈവത്തെ അല്ല പ്രീതിപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നത്, ദൈവത്തിന് കൊള്ളാവുന്നവരല്ല. ഇരു മനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. വളരെ കൃത്യമായിട്ടും ദൈവത്തിന്റെ ആലോചന പ്രകാരം ഞാൻ എന്നെ ചെത്തി വെടിപ്പാക്കാനാണ് ആ സന്ദേശം എന്റെ അകത്തേക്ക് കൊടുത്തിട്ട് ഞാൻ തന്നെ അതിന് സമർപ്പിച്ച് എന്നെ സഹായിക്കണം കർത്താവേ എന്ന് പറയുമ്പോഴാണ് അതാണ് ആരാധന. ആ ആരാധന ദൈവം സ്വീകരിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ വഴി നടത്തുമ്പോൾ ഞാൻ വിഗ്രഹാരാധിയല്ല. ഇല്ല എങ്കിൽ വീണു പോകും. നോക്കുക, കർത്താവ് പറഞ്ഞത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം മായ്ച്ചു കളയുക തന്നെ ചെയ്യും. അവന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രീതികൾ. എബ്രായർ 13 ഇതാ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ലെങ്കിൽ അന്നും ഇന്നും ദൈവവചനം. നോക്കൂ, നോഹയുടെ കാലത്ത് കോടിക്കണക്കിന് പറയാം അല്ലെ, യേശുവിന്റെ കാലത്ത് കോടിക്കണക്കിന് ജനത്തെ കൊന്നുകളയാൻ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് ഭൂതഗ്രസ്തനെ പോലും ദൈവം സഹായിച്ചു. ക്രൂശിൽ അവസാനത്തെ സെക്കൻഡിൽ നീ രാജ്യത്വം, ഒരൊറ്റ വാക്കാണ്, ശ്രദ്ധിച്ചോളണം, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, അവൻ തെറ്റൊന്നും ചെയ്തില്ല. അടുത്ത് പറയാണ്, കാര്യം ക്രൂശിൽ കിടന്ന കള്ളനറിയാം, യേശു തെറ്റൊന്നും ചെയ്തില്ല, അവൻ ജയിലിൽ കിടന്നവനാണ്, അവൻ കേട്ടില്ലെന്ന് വെച്ചോ. പക്ഷെ അവൻ അടുത്തൊരു വാക്ക് പറഞ്ഞാണ് കർത്താവിനെ കൊണ്ട് അടുത്ത് സംസാരിപ്പിച്ചത്. അപ്പൊ ഇന്നും നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിന്റെ ജീവിതവും ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അവൻ പറയാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കൂടെ കിടക്കുന്ന കള്ളനും ക്രൂശിച്ചവനും ആ ദേശത്തിലെ ജനവും വിചാരിക്കാൻ വേണ യവന്റെ കാര്യം കഴിഞ്ഞു, യവൻ ഏതാ അടിച്ചു പോന്നു, ഇപ്പം ചാവും, എടുത്ത് കുഴിച്ചിടും, അവൻ പിന്നെ വരില്ല. അല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവൻ സ്വർഗീയ ഇടങ്ങളിൽ ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ തന്നെയായിരുന്നെന്നും അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്നിട്ട് പാപപരിഹാരം, അവന്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിലാണ് ഇവിടെ കിടക്കുന്നതെന്നും ഇത് കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ സിംഹാസനത്തിൽ, അതാ രാജ്യത്വം, ആ രാജാവിന്റെ പദവിയിലേക്ക് തിരികെ പോകുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറഞ്ഞാൽ അവന് പിടികിട്ടിയ സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ കൂടിയിരുന്ന ആർക്കും പിടിയിട്ടിട്ടുണ്ടാവില്ല. അവിടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അവിടെ എല്ലാം കൂടിയിരുന്ന് കരഞ്ഞില്ലേ? കരഞ്ഞപ്പോ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞു. ഈ യേശുവിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ പോലും കരഞ്ഞു. പക്ഷെ യവൻ നിലവിളിച്ചോ? യവൻ കരഞ്ഞോ? അവൻ കരഞ്ഞില്ല. അവൻ പ്രതീക്ഷ വയ്ക്കുകയാണ്, നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയാൽ എന്റെ രക്ഷ വരാൻ പോവാണ്. അവന്റെ ആത്മാവ് തുള്ളി സന്തോഷിക്കുകയായിരുന്നു. അതാ ദുഃഖ വെള്ളിയാഴ്ചല്ല, നമുക്ക് എല്ലാവരും ദുഃഖവെള്ളി, നമുക്ക് ദുഃഖവെള്ളിയ. എന്റെ ജീവന്റെ ദിവസമായിരുന്നു അന്ന്. ഒരു മരണം, ശരിയായ മരണം പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ജീവൻ ഉണ്ടാവുള്ളൂ. അന്നായിരുന്നു എന്റെ ജീവൻ.
അതുപോലെ ക്രൂശിലെ കള്ളനുണ്ടായ വെളിപ്പാടാണ് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ക്രൂശിലെ എല്ലാ സ്ത്രീകളും കരഞ്ഞു. എത്ര വലിയ വിശ്വാസിയാണ് ക്രൂശിലെ അവനോട് പിൻഗമിച്ചു 2 സ്ത്രീകൾ എന്ന് മോശം എന്താ പറയുന്നുള്ളൂ. ഇനി ആരൊക്കെ പിൻഗമിച്ചു എന്ന് പറഞ്ഞാലും അവരെ കഷ്ടതയും പ്രയാസവും കണ്ട് കരഞ്ഞ് കലങ്ങി ക്രൂശിൽ വെച്ചിട്ട് അവരങ്ങനെ പോയിരിക്കുകയാണ്. അവൻ അങ്ങനെയല്ല ചെയ്തത്. അവൻ രാജ്യത്വം പ്രാപിക്കുമ്പോൾ, അതായത് റോമർ 10:9 നമ്മൾ പറയുന്നതാ, യേശു തന്നെ ഇവിടെ റോമർ 10:9 യേശു തന്നെ കർത്താവ്, അതായത് ഈ പുത്രൻ എന്ന് ഇവിടെ വന്നത് ഈ സൃഷ്ടികർത്താവായ ദൈവം തന്നെ എന്ന് മനസ്സിലാകണം. അവനാണ് രക്ഷിക്കപ്പെട്ടത്, അതാണ് കർത്താവ്. ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലിരിക്കും. അപ്പൊ ഈ പള്ളിക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അവർക്ക് യേശു വേറെ, പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. ക്രൂശിലെ ഇന്ന് നമ്മൾ പറഞ്ഞതാ, ക്രൂശിലെ കള്ളനുണ്ടായിരുന്ന വെളിപ്പാട് പോലും ഇല്ലാത്തതാണ് ബൈബിൾ പണ്ഡിതന്മാർ. ദൈവം നമ്മളെ എത്ര അധികം സ്നേഹിച്ചിരിക്കുന്ന ആലോചിച്ച് നോക്ക്. ഇതിനൊന്നും പോകാത്ത നമ്മെ കർത്താവ് ഗ്രഹിപ്പിച്ചു. അവരെയും ഗ്രഹിപ്പിക്കും, പക്ഷെ അവരെ പാണ്ഡിത്യം വിടാൻ മനസ്സില്ല. അതാണ് അവരുടെ കാര്യം. ഓക്കെ, ഇവിടെ വിഗ്രഹാരാധന അല്ലെങ്കിൽ ആത്മീയ പരസംഗം എന്ന് പറഞ്ഞു. ഇവിടെ പരസംഗം എന്നും പറയുന്നുണ്ട്. പരസംഗം എന്ന് വെച്ചാൽ എന്താ? ഒരു പുരുഷനിരിക്കുക മറ്റൊരു പുരുഷനെ തേടി പോകുന്നവർ. നമ്മളും കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ ആത്മ മണവാളൻ. ആ മണവാളൻ പറയുന്നതിന് വിരുദ്ധമായി ഞാൻ എന്റെ ബുദ്ധിയോ പിശാചിനെയോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളെയോ അപ്പനെയോ അമ്മയോ വീട്ടുകാരെ നാട്ടുകാരെ ആരെ കേട്ട, അതല്ലേ യേശു പറയും, എന്നെക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനോ മക്കളെ ആരെ അധികമായി കണ്ടാലും അവൻ ജീവനില്ല. അങ്ങനെ എന്നെക്കാൾ അധികമായി ആരെ സ്നേഹിക്കുന്നവനും എന്റെ ജീവൻ ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ എവിടെ ഇരിക്കും? പള്ളിക്കകത്ത് തന്നെ ഇരിക്കും. ദൈവത്തിന്റെ വചനം കേട്ട് അങ്ങനെ ജീവിക്കാനാണ് വരുന്നത്. പക്ഷെ ഈ വചനത്തിന് കേട്ടുപോയി കഴിയുമ്പോൾ നേരെ തിരിച്ചെങ്കിൽ നമ്മൾ ആ നിത്യജീവൻ ഇല്ലെന്നാണ്. ജീവൻ എന്നിൽ ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരാനിരിക്കുന്ന, അല്ലെങ്കിൽ തലേ ദിവസം രാവിലെ മുതലേ ഒരു വെപ്രാളം, ഒന്ന് പോകണം, ചർച്ചിൽ പോകണം, കർത്താവ് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കണം, എനിക്കും കർത്താവുമായുള്ള ഒരു ഇന്റിമസി. ഇതൊക്കെയാണ് ആത്മാവിന്റെ ദാഹം. ഇനി തിരികെ പോകുമ്പോഴോ, ഓ കർത്താവേ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പലപ്പോഴും തെറ്റിപ്പോകുന്നു, എങ്കിൽ ഇന്ന് എന്നോട് ഞാനല്ല ഈ മെസ്സേജിൽ പ്രവാചകനല്ല സംസാരിക്കുന്നത്, ദസ് സൈ ദ ലോർഡ്, കർത്താവ് എന്നോട് സംസാരിച്ചല്ലോ, ഇനിയെങ്കിലും അങ്ങനെ ആയിരിക്കണം, എന്നെ സഹായിക്കണം കർത്താവേ. ഇതാണ് പറഞ്ഞുകൊണ്ട് പോകേണ്ടത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ പരസംഗത്താൽ ഉള്ളവരെയും അവൻ പേര് മായ്ച്ചു കളയും. ഇനി അടുത്ത് നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ഉദാഹരണം. ഒരു ഉദാഹരണം മനസ്സിലായില്ല. ദൈവം തെരഞ്ഞെടുത്തവർ, വിളിച്ചവരല്ല, തെരഞ്ഞെടുത്തവർ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാതിരുന്നപ്പോൾ തന്നെ അവരെ പൂർണ്ണമായും കൊന്നുകളഞ്ഞു. ഇനി അടുത്ത് മറ്റൊരു വിഷയം നോക്കുകയാണ്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ഉദാഹരണം, ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ട് കനാൻ ദേശത്തേക്ക് പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ ഉദ്ദേശം ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്ന് വാഗ്ദത്ത നാട്ടിൽ അവരെ പ്രവേശിപ്പിക്കണമെന്നതും അവർ ദൈവത്തെ അവസാനം വരെ സേവിക്കണമെന്നതുമായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. കണ്ടോ, ഇതാണ് ഒരു പ്രാർത്ഥന. എന്തെങ്കിലും അറിയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എഫേസ്യരിലാണ് നമ്മൾ പറയാറുണ്ട്, ഇന്ന് യേശു അവരെ ഒരു ദേശത്തായിരുന്ന ജനത്തെ അവിടെ നിന്ന് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ദൈവം ജനത്തെ വിളിക്കുകയാണ്. ഏത് രാജ്യം? ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഈ ഭൂമിയിലുള്ള ഒരു രാജ്യം. അത് ഇസ്രായേൽ എന്ന രാജ്യമല്ല. എല്ലാവരും ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവരാജ്യത്തിലേക്ക് വേണ്ടി വിളിച്ചപ്പോൾ ആ ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുപോലെ ദൈവം നമ്മെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതാണ് എഫേസ്യരിലാണ്, തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്റെ പ്രാർത്ഥിക്കണം. ഇതുവരെ പ്രാർത്ഥിക്കാത്ത രീതി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇത് നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയെ വഴിവെക്കി നേരത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ദൈവം നമ്മെ, ഒരു യോഗ്യതയില്ലാത്ത നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയും. മക്കളും മണവാട്ടിയും ഇവിടെ പറഞ്ഞതാണ്. നമുക്ക് മക്കൾ ജനിച്ച ഉടനെ മണവാട്ടിയാവില്ല. മക്കൾ വളരാൻ പാൽ കുടിക്കണം. പാൽ കുടിച്ച് വളർന്ന് ദൈവവചനപ്രകാരം ആ എനിക്ക് മുമ്പേ വന്ന വചനമെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് വചനത്തിൽ ഞാൻ വേരൂന്നി ക്രിസ്തുവാകുന്ന തലയോളം, തലേന്ന് ഈ തലയല്ല ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിന്റെ ശരീരം, സഭയുടെ പൂർണ്ണത എന്നേ വരുള്ളൂ. സഭയുടെ തല ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ക്രിസ്തുവിന്റെ തല ദൈവം എന്നും പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു എന്ന തലയോളം, ഇതിനിടയ്ക്ക് ആരോ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരാൾ പറഞ്ഞു വന്ന ദൈവത്തിന്റെ തലയോളം വളർന്നു, അങ്ങനെയൊന്നും ബാക്കിയില്ല. ഓക്കെ, ക്രിസ്തു എന്ന തലയോളം വെച്ചാൽ ക്രിസ്തു വെച്ചാൽ സഭയുടെ പൂർണ്ണത എന്നേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ.
അപ്പൊ വചനം എന്താണ്? ക്രിസ്തു എന്ന തലയോളം ഉയരത്തിൽ വരുന്നത്. അപ്പൊ ദൈവം ഉദ്ദേശിച്ച ദൈവസഭയുടെ വളർച്ചയുടെ പൂർണ്ണതയിൽ നാം എത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചുള്ളൂ. അപ്പൊ ലെവൽ വരെ എത്തുമ്പോൾ നമ്മൾ ശിശുവാണ്. ആ പൂർണ്ണത വരുമ്പോൾ മണവാളനോട് വിവാഹം കഴിക്കാൻ യോഗ്യയായി. അപ്പോഴാണ് അത് മണവാട്ടിയാവുന്നത്. മനസ്സിലായില്ല? ആദ്യമേ മക്കളാണ്. മക്കൾ ദൈവാത്മാവ് വഴി നടത്തുന്നത്. നമ്മൾ അതിനെ കുഞ്ഞു മക്കളെ വളർത്തിയെടുത്ത് വിവാഹപ്രായമാകുമ്പോൾ നമുക്കറിയാം ഒരു ഏജ് ഉണ്ട്. അപ്പോഴാണ് അവർ മണവാട്ടിയോ മണവാളനാകുന്നത്. അതുപോലെ നാം ക്രിസ്തു. അപ്പൊ തുടക്കം മുതലേ ദൈവം നമുക്ക് എന്ന വചനമൊക്കെ നമ്മൾ കേൾക്കാതിരുന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അതാ എബ്രായ ലേഖനം പറയുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ട പ്രായമായി, പക്ഷെ ഇപ്പോഴും പാലത്രേ കുടിക്കുന്നത്. ഞാൻ നിങ്ങളെന്ന് പറയുന്നില്ല, അങ്ങനെ ആകരുത്. വചനം പറയുന്നു നമുക്കിനി വേറൊരു കാര്യം ചെയ്യാനില്ല, വേറൊരു സമയമില്ല, തീർന്നു. കിട്ടുന്നൊക്കെ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. അതിനാ പണ്ടേ ബുക്ക് വാങ്ങിച്ചു കൊടുത്തത്. അതിൽ എഴുതിയ കുറിച്ച ഹൃദയത്തിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് എഴുതിയിട്ടോ. നിങ്ങൾ ഈ ഫോണൊന്നും എന്തോ അത്യാവശ്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്തോ അത്യാവശ്യമുണ്ട്. പ്രസംഗം വെച്ച് കേട്ടിട്ടും വിളിക്കുന്നു. ഓക്കെ. അപ്പോ ദൈവം നമ്മളെ ഈ ശിശുവായിരിക്കുന്ന സമയത്ത് മണവാട്ടിയാകാനും മറ്റൊരു കുടുംബത്തിൽ പോയാൽ എങ്ങനെ ജീവിക്കണം എന്നതും കൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആര് പഠിപ്പിക്കുന്നു? എങ്ങനെ പഠിപ്പിക്കുന്നു? ഓരോന്നും ബുക്കിൽ എഴുതി നോട്ടല്ല, ഈ അപ്പന്റെ അമ്മയുടെ ജീവിതം കണ്ട് പഠിക്കുകയാണ്. ഇതാണ് മണവാളൻ എന്ന ക്രിസ്തു. നമുക്ക് വേണ്ടി ഒരു ക്രിസ്തീയ ജീവിതം അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ മാതൃക ഞാൻ പിൻപറ്റണം. അപ്പം ആത്മാവ് വഴി നടത്തുന്ന ഒരു ശിശു ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മുന്നമേ ഒരു മാതൃക വെച്ചിരിക്കുന്നു. പ്രതികൂലത്തിലും അനുഗ്രഹത്തിലും നന്മയിലും പീഡനത്തിലും ക്രൂശീകരണത്തിലും എല്ലാത്തിലും. എന്തുകൊണ്ടാ? ഈ ലോകം നമുക്ക് അന്യതാ. നിങ്ങൾ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളോട്, ഈ ലോകം നമുക്ക് അന്യതാണ്. ഇവിടെ ഒന്നും നമുക്ക് പ്രാധാന്യമുള്ളതല്ല. ഇങ്ങനെ തന്നെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി കർത്താവിനെ കാണും. അതുകൊണ്ട് എന്തു പോയാലും എനിക്ക് വിഷയമില്ല. അപ്പൊ എനിക്ക് വേണ്ടി ദൈവം അയച്ച ഓരോ വചനവും എന്നിൽ വന്ന് അപ്ലൈ ആയി ശിശു എന്ന അവസ്ഥയിൽ നിന്ന് മണവാട്ടി എന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് ആർക്ക് ബോധ്യമാകും? മണവാളന്. അവിടെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ മണവാളൻ എന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ പെട്ടെന്ന് കർത്താവ് തിരുത്തി, മണവാളനല്ല മനസ്സിലാവുന്നത് പിതാവിനാണെന്ന്. പിതാവാര്? ദൈവം. നമ്മൾ മക്കൾ വളർത്തുന്നത് ദൈവമാണ്. ദൈവമാണ് പിതാവ്. പിതാവ് മക്കൾക്ക് വചനം നൽകുമ്പോൾ ഈ വ്യക്തി വളർന്നു എന്ന് മനസ്സിലായോ? നമ്മുടെ മക്കൾ നമ്മൾ മുമ്പിൽ വളരുമ്പോൾ മാതാവിനല്ല മനസ്സിലാവുന്നത്, ആ വിവാഹപ്രായമായി. അതുപോലെ ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് ഭക്ഷിച്ച് ജീവിക്കാൻ തന്നപ്പോൾ ആ വചനം മുഴുവൻ ഞാൻ അപ്ലൈ ചെയ്ത ക്രിസ്തുവിലുള്ള വളർച്ച മനസ്സിലാവുന്നത് എനിക്കല്ല, കൂടെ ഇരിക്കുന്ന വിശ്വാസിക്കല്ല, പിതാവിന്. അതാണ് എൻ്റെ അപ്പൻ. ആ അപ്പനും തിരുത്തിയ ആ അപ്പന് മനസ്സിലാകുമ്പോൾ വിവാഹപ്രായമായി. സന്തോഷിക്കുന്നത് ആരാ? അപ്പൻ. എത്ര വലിയ സന്തോഷമായിരിക്കും. അവർ പ്രതീക്ഷ വെച്ച ആ ഒരു വളർച്ചയുടെ കാരണം എന്താ? ദൈവം നമുക്ക് തരുന്ന ഈ സന്ദേശമാണ്. നമുക്കിത് തന്നെ പറയാം. നമ്മൾ തുറന്നൊരു ചെറു പുസ്തകം, ബലവാനായ ദൂതൻ. വെളിപ്പാട് 10-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു വരുമ്പോൾ ബലവാനായ ഒരു ദൂതൻ അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിൾ 7 മുദ്രകളാൽ മുദ്രണം ചെയ്തതാണ്. ഇന്നും ആർക്ക്? അവർക്ക്, ലോകത്തിന്. നമുക്ക് തുറന്നു കഴിഞ്ഞു. അതിന്റെ ഉള്ളിലുള്ള മർമ്മമാണ് ഇന്ന് ഈ ബ്രദറിനോട് കുറെ ക്ലാസ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ബ്രദർ പറഞ്ഞത്. കർത്താവ് തന്നെ സംസാരിച്ചതാ. അപ്പൊ ഇതല്ലാതെ മറ്റൊന്നും മണവാട്ടി ഭക്ഷിക്കാൻ പോകരുത്. എങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പരസംഗമായി പോകും. നമ്മൾ മണവാട്ടിയാണെങ്കിൽ മണവാട്ടിക്ക് വേണ്ടി പിതാവ് നൽകി. ആരിലൂടെ? മണവാളനിലൂടെ നമുക്ക് നൽകിയ ഈ സന്ദേശമാണ് നമ്മൾ ശിശുവായിരിക്കുന്ന നമ്മെ വളർത്തി മണവാട്ടി എന്ന ഗണത്തിലെത്തിക്കുന്നത്. ഇത് തന്നെ ഭക്ഷിച്ച് നമ്മൾ മണവാട്ടിയുടെ ഗണത്തിലെത്തുമ്പോൾ പിതാവ് സന്തോഷിക്കും. പിന്നെ മണവാട്ടിയാകാൻ യോഗ്യതയായി എന്ന് കാണുമ്പോൾ അവിടെ ഒരു വിവാഹ നിശ്ചയം ഉണ്ടാവും. ആ വിവാഹ അപ്പൊ ആ വിവാഹ നിശ്ചയം നമ്മെ ഒരു പൂർത്തീകരണം കാണിക്കുകയാണ്. സീൽ. ഇത് പ്രവാചകന്റെ മെസ്സേജ് പറയുന്നുണ്ട്. ഒരു പാഴ്സൽ സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ദൂരത്തേക്ക് അയക്കണമെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് അതിനിടയിൽ ടൈറ്റ് ആയിരിക്കുന്നതിനുള്ള എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ ഒരു പരിശോധകൻ വരും.
പരിശോധകൻ വന്ന് സീൽ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാല് ഇത് എത്ര ദൂരം പോയാലും എത്ര കുലുങ്ങിയാലും ഇതിന്, അതായത് പ്രതികൂലം എന്ത് വന്നാലും, നിങ്ങളൊരു ചെറിയ സഭ, ഞങ്ങൾ നോക്കി യേശുക്രിസ്തു നാമത്തില, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്തൊക്കെ വന്ന് പറഞ്ഞാലും ആ കുലുക്കത്തിൽ ഒന്നും സംഭവിക്കില്ല. ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ഓടാമ്പൽ പോലെ ആകില്ല. അതിനാണ് ഈ പ്രാക്ടീസ്. അല്ലെങ്കിൽ ഒരു കൂട്ടം വരെ ഈ സഭയിലുള്ളവരെ പിന്നെ വീണുപോയ ആരായാലും മണവാട്ടിയുടെ വളർച്ച പൂർത്തി, ഇത് ദൈവത്തിനറിയാം. എങ്കിലേ സീൽ ചെയ്യുള്ളൂ. കാര്യം തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവൻ ദുഃഖിക്കുന്നില്ല. നമ്മൾ ശിശുവായിരുന്ന് ദൈവവചന പ്രകാരം വളർന്നൊരു മണവാട്ടിയുടെ വളർച്ചയിലേക്ക് എത്തി മണവാളനെ പിടിച്ചേൽപ്പിച്ചു. എപ്പോഴാണ് വിവാഹ നിശ്ചയം? ജോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുക. അവരൊരു ദിവസം പോലും വിവാഹം കഴിഞ്ഞ് ജീവിച്ചിട്ടില്ല, പക്ഷെ അപ്പോഴും ഭാര്യ. അപ്പൊ വിവാഹ നിശ്ചയം, അതാണ് വാക്ക്. നമ്മൾ ഒരു വാഗ്ദാനം നൽകുമ്പോഴേ ഭാര്യയായി. അപ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവും, അതായത് എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. എപ്പോഴോ സ്വീകരിച്ചു, പക്ഷെ എൻ്റെ ആത്മീക വളർച്ച മണവാട്ടി എന്ന പൂർണ്ണതയിൽ വരുമ്പോൾ, അതാണ് എല്ലാവരും സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മുദ്ര ഏൽക്കില്ല. ഞാൻ ഇവിടെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ, നമ്മൾ ഒരുപക്ഷെ ഇനിയും വീണു പോകാം. എപ്പോഴെങ്കിലും ഇതുപോലെ വചനം കേട്ട് പൂർണ്ണതയിൽ വരുമ്പോൾ ഇനി അവൻ തെറ്റ് ചെയ്യില്ല എന്നതും കൂടെ ദൈവത്തിന് മുന്നമേ കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ സീൽ ചെയ്യും. അവരാണ് അടങ്ങിയിരിക്കാത്തവർ. കാര്യം എന്താ, ആത്മാവ് ചേർന്ന് ഒന്നായി കഴിഞ്ഞു. പിന്നെ ആത്മാവ് ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടേ പോകും. ഓക്കെ, അപ്പൊ ആ മണവാട്ടിയുടെ ഗണത്തിലേക്ക് എത്തുമ്പോൾ, ആ വിവാഹ ബന്ധം വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവുമായി ചേർന്ന് ഏകാത്മാവായി. ആ ആത്മീക മനുഷ്യനെ കൊണ്ടുപോകാനാണ് കർത്താവ് പറഞ്ഞത്. അതിന്റെ സ്ഥിരതയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സംഘടനാ സഭയിലായിരുന്നു, ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി അപ്പോൾ ദൈവത്തിന്റെ തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥിക്കും. ഇനി എല്ലാവരും ആര് പ്രാർത്ഥിച്ചാലും കർത്താവെ എന്നെ വിളിച്ചുവെങ്കിൽ, എനിക്ക് ദൈവകൃപയാൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലർക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ അറിയുമോ? ശുശ്രൂഷ, 5 തരം ശുശ്രൂഷ ഉണ്ട്. സുവിശേഷത്തിൽ താല്പര്യമുള്ളവർ ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു നോക്കണം. ഏതിലാണോ വിജയിക്കുന്നത് അത് നമ്മളെ കോളിംഗ് ആണ്. വിജയിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വിളിയല്ല. അപ്പൊ എന്തിലാണോ നമ്മുടെ വിളി അത് നമ്മൾ. അപ്പൊ ഇതൊന്നും മനസ്സിലായെങ്കിൽ ചോദിക്കുക, കർത്താവെ തന്റെ വിളിയാലുള്ള ആശ ഇന്നത് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ദൈവാത്മ വെളിപ്പെടുത്തരും. ഓക്കെ, അപ്പോ ദൈവം നമ്മെ വിളിച്ചു, വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതും അവർ ദൈവത്തെ അവസാനം വരെ സേവിക്കണമെന്നുള്ളതും, അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൻ കീഴിലാണ് അവരവിടുന്ന് പുറപ്പെട്ടു വന്നത്. ചെങ്കടലിലൂടെയുള്ള സ്നാനത്തിൽ കൂടി അവരെല്ലാം കടന്നുപോയി. നമ്മളും കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. നമ്മളും സ്നാനത്തിൽ ആ ചെങ്കടലിൽ കൂടെ കടന്നതുപോലെ സ്നാനം വേട്ട് പാപശരീരം കുഴിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തേശു ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നത് പോലെ നാമും അങ്ങനെ ജീവിക്കുന്നവരാണ്. ഇതിനിടയിൽ അവർ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. എല്ലാവരും മന്ന ഭക്ഷിച്ചു. അന്ന് അവർക്ക് സ്വർഗത്ത് ഇറക്കി കൊടുത്ത മന്ന പോലെയാണ് ഒരു സംഘടനാ സഭകൾക്കും കിട്ടാത്തൊരു മന്നയാണ് സ്വർഗത്ത് നേരിട്ട് ഇറക്കിയ മന്ന. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഒരേ പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു. അതായത് വചനം. ബാഹ്യമായ അടയാളങ്ങളും അനുഗ്രഹങ്ങളിലും അവർ എല്ലാവരും ഒരുപോലെ പങ്കുകൊണ്ടു. നോക്കൂ, ഇതെല്ലാം ആസ്വദിച്ചു. ഇതാണ് എബ്രായലേഖനം 10:29 പറയുന്നത്. 10:19 ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിക്കുകയും നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കൊടിയ ശിക്ഷയ്ക്ക് പാത്രമാകും. നോക്കൂ, അവർ സ്വർഗത്തിന്റെ മന്ന തിന്നു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം അഴുക്കായില്ല. അവിടെ സ്വർഗത്തിന്റെ മന്ന തിന്നു. സമുദ്രത്തിന്മേലും മേഘത്തിന്മേലും സ്നാനപ്പെട്ടു. പിന്നെയോ ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും വിവാഹങ്ങളും ചെയ്തിട്ടും അവർക്ക് കുഞ്ഞുങ്ങളും ലഭിച്ചു. അഹങ്കരിക്കാൻ അതുപോലെ. വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ലഭിച്ചാൽ അത് ദൈവഹിതമായി എന്നൊരു തീരുമാനിച്ചു. അതാ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലും ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ചിട്ട് നടക്കുന്നത് പോലെ ഇസ്രായേലിൽ വന്ന ജനം ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വിവാഹവും കഴിച്ചു. എന്നിട്ടോ വചനം തുറന്നു, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനം. അപ്പൊ ദൈവത്തിന്റെ ദാനം കുഞ്ഞുങ്ങളാണെങ്കിൽ ദൈവം അരുതെന്ന് പറഞ്ഞത് തന്നെ ചെയ്തിട്ട് കുഞ്ഞുങ്ങളും കിട്ടിയെങ്കിൽ അവർക്ക് എങ്ങനെ ആക്കി തീർക്കാം? അത് തന്നെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് ഞങ്ങൾ സ്നാനപ്പെടുന്നു. ഞങ്ങൾക്കും അത്ഭുത അടയാളം വീര്യപ്രവൃത്തിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നു. പക്ഷെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അത് അവർ പറയുന്നില്ല. അവർ പറയുന്ന അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, ദർശനമുണ്ട്, ദൂതുണ്ട്. ഞങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ചിരിക്കുന്നു.
കൽപ്പനയ്ക്ക് ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ആ ഉപദേശത്തെ തെറ്റിച്ചു നിൽക്കുന്നവർ എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുന്നത്? ഒരിക്കലുമില്ല. നോക്കാം. ബാഹ്യമായ അടയാളങ്ങളിലും അനുഗ്രഹങ്ങളിലും അവർ എല്ലാം അവരെ ഒരുപോലെ പങ്കുകൊണ്ടു. നോക്കണം. എന്നാൽ അവർ മോവാബിൽ വന്നപ്പോൾ അവിടെ പേയൂരിന്റെ ഉത്സവത്തിൽ പങ്കുചേരുകയും അങ്ങനെ ചേർന്നവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. അവരുടെ ശവം മരുഭൂമിയിൽ വീണ് കിടന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ വന്നപ്പോഴാണ് അവർ ദൈവവചനം തള്ളിക്കളയുകയും അതിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് അവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞതിന് കാരണം എന്തായിരിക്കും? ഇത് കേട്ട നമുക്ക് എന്ത് കാര്യം? പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാര്യം മനസ്സിലാകണം. ഞാൻ അവര് കൂട്ടിക്കൊണ്ടുപോയ ദേശത്തിന്റെ പിക്ചർ എൻ്റെ ഉണ്ടായിരുന്നു. നോക്കട്ടെ, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് കയ്യിൽ ഇപ്പൊ ഇവിടെ നിന്നാണ് വിളിച്ച് ഇവിടെയാണ് കൊണ്ടുപോയേണ്ടത്. ഇവിടെ നിന്ന് തന്നെ ഒരു കറക്കം കറങ്ങി. ബൈബിളിൽ ഏരിയ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ കറക്കം കറങ്ങി ഇങ്ങ് താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് പോയത്. ഇത്രയും പെട്ടെന്ന് വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നതിന് കാരണം അത് വിചാരിക്കുമ്പോൾ ദൈവം ഇങ്ങനെയുള്ളതാണെന്ന് വിചാരിക്കരുത്. നമുക്കറിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം എന്താ? ദൈവം തന്നെ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു, മരണവും ജീവനും വയ്ക്കുന്നു. ഞാൻ ഇന്നിപ്പോ മെസ്സേജ് എഴുതിയിരുന്ന പോലെ ഇപ്പൊ നോക്ക്. അവർക്ക് ദൈവം അവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ചില കൽപ്പനകൾ കൊടുത്തു. ആ കൽപ്പനകൾ ലംഘിക്കണമെങ്കിൽ ആ കൽപ്പനയ്ക്ക് വിരോധമായവരുടെ ഇടയിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് പരിശോധിക്കണം. അന്യജാതിയുമായി ഇടകലരരുത്, അവരുടെ ദേവനെ പൂജിക്കരുത്, അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്, നിങ്ങളുടെ സ്ത്രീകൾ അങ്ങോട്ട് വിവാഹം കഴിക്കുന്നു പറഞ്ഞാൽ ഈ അന്യജാതികളൊന്നും ഇല്ലാത്ത ദേശത്ത് മണലാരണ്യത്തിൽ കൂടെ കടത്തി അവിടെ കൊള്ളുന്ന 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ദൈവം ഈ ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്. സണ്ണി ബ്രദറിന്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞാണ്, ദൈവം നമ്മളെ വിളിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. കുറച്ച് സമ്പത്ത, സ്വത്ത, വക, സുഖ സൗകര്യങ്ങളെല്ലാം തന്ന് ഒരു പക്ഷെ ഒന്ന് പരീക്ഷിച്ചു നോക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബ്രദർ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. എന്തിനാണ്? ദൈവം പരിശോധിക്കണാണ്. അവിടെ നമ്മൾ വിജയിക്കുമോ തോൽക്കുമോ? അപ്പൊ അതിനു മുമ്പ് ഞാൻ പല വാഗ്ദത്തം കൊടുത്ത് കർത്താവിനോട് കൂടെ നിൽക്കും. പക്ഷെ അതിന് പ്രതികൂലമായ ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഏതിനോടൊപ്പം നിൽക്കുമെന്ന് നോക്കും. വീണുപോകുന്നവരായിരിക്കും ഏറിയ ഭാഗവും. അതുപോലെ ദൈവം ഇതെല്ലാം അന്യരോട് വിവാഹം കഴിക്കരുത്, അവരുടെ സ്ത്രീകൾ വിവാഹം കഴിക്കരുത്, അവരുടെ പൂജിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ദേശത്തു കൂടെ കടത്തിക്കൊണ്ട് വരിക മാത്രമല്ല ചെയ്തത്, അവരുടെ ഇടയിൽ തമ്പടിച്ച് അവിടെ താമസിപ്പിച്ചു. ആലോചിച്ച് നോക്കി. പാപം ചെയ്ത കർത്താവെ, ഞാൻ അതിലെ അങ്ങ് പോകുമായിരുന്നു. ഈ പാപികളുടെ ഇടയിലൂടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് തന്നെ താമസിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് എന്റെ തെറ്റരുതെന്ന് പറഞ്ഞ കർത്താവെ, അങ്ങല്ലേ അതിന് കാരണം. നമുക്കുണ്ടെങ്കിൽ പിറുവിറുക്കാം. അങ്ങനെ പിറുവിറുക്കുന്നവരാകരുതെന്ന പരിശോധിക്കാനും ജയിക്കാനുള്ള സാഹചര്യം യേശു പറഞ്ഞു. ജയിക്കുന്നവന്റെ പേരാണ് ജീവോസ് എന്ന് മാറ്റാത്തത്. അപ്പൊ ജയിക്കണമെങ്കിൽ ഒരു പ്രതികൂലം ദൈവം അനുവദിക്കും. ദൈവം വെക്കുന്നതല്ല. അതാ ബൈബിൾ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വിടുമ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഇതിനുവേണ്ടി ദൈവം ഒരുത്തനാക്കിയിട്ടുണ്ട്. അവൻ പരിശോധിച്ചോളും. ഈ യോബിന്റെ കാര്യം ദൈവം ചെയ്തതാണ്, അനുവദിച്ചു കൊടുത്ത. നീ എന്ത് ചെയ്താലും ഒരു ഉറപ്പുണ്ട്. അതുപോലത്തെ ഉറപ്പ് ദൈവത്തിന് നമ്മൾ ഉണ്ടാവുമോ? അതുണ്ടാവണം. അപ്പോൾ അവരവിടെ വന്നപ്പോൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അരുതെന്ന് പറഞ്ഞ സാഹചര്യത്തിലൂടെ അവരെ കൊണ്ട് എത്തിച്ചിട്ട് അവിടെ തമ്പടിപ്പിച്ചു. അവിടെ ആഴ്ചകളും മാസങ്ങളും 40 വർഷം എടുത്തില്ലേ? ഒരുപക്ഷെ 40 ദിവസം കൊണ്ട് എത്തേണ്ടതായിരിക്കാം. ഒരു വർഷത്തിന്റെ ദൈർഘ്യം, ഒരു മാസമൊക്കെ ഒരു വിഗ്രഹാരാധന എവിടെയെങ്കിലും ഉണ്ടാക്കിയ അവിടെ പിന്നെ ഏറെ വിശ്വസിച്ച ആരുമില്ലല്ലോ. വെറും 2 പേര്. അത് യോശുവയും കാലേബും എപ്പോഴേ വഴിയിൽ 20 വർഷങ്ങൾക്ക് ശേഷം ജനിച്ചതാണ്, അല്ലെങ്കിൽ ഏകദേശം 20 വയസ്സ്. അപ്പൊ അതിനു മുമ്പ് വന്നതിൽ മോശ പറയുന്നു എന്നല്ലാതെ ആരും വിശ്വസിച്ചവരില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴവർക്ക് ഇത്രയും ജനം കേൾക്കുന്നില്ല, പിന്നെ ഇനി ഞാൻ മാത്രം അനുസരിച്ച്. അപ്പോൾ അവരതിന്റെ സാധ്യത ആയിപ്പോയി. അവിടെ ജയിക്കുന്നവരാരുമില്ലായിരുന്നു.
അപ്പൊ ദൈവം പരീക്ഷിക്കുന്ന ഘട്ടമാണ്. ആ ദേശത്തെത്തിയപ്പോൾ അവർ വീണുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇന്ന് ഈ വചനമെല്ലാം കേട്ട് ആത്മാവിൽ നല്ല ഉത്സാഹത്തെ ഉണർവ് കർത്താവെ സഹായിക്കുന്നത് പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പോകുമ്പോഴായിരിക്കാം, ഇല്ലെങ്കിൽ അടുത്ത സെക്കൻഡിലായിരിക്കാം പരിശോധന ഉണ്ടാവും. നമ്മൾ ഈ വചനം കേൾക്കും തോറും നമ്മൾ തീരുമാനം എടുക്കും. വെറുതെ വരുന്നല്ല, നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഒന്നല്ല. എന്തായാലും ദൈവം വിളിച്ച് വേറെ നമുക്ക് ഇതിന് ഉൾഭയം ഒക്കെ ഉണ്ട്. ആ വചനപ്രകാരം സഹായിക്കണം കർത്താവ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അല്പ കഴിയുമ്പോൾ തന്നെ അതിന് വിരോധമായിട്ട് വരും. നമ്മൾ അതിന്റെ അപ്പുറത്തൂടെ പോകും. എന്നിട്ട് അയ്യോ കർത്താവെ തെറ്റിപ്പോയല്ലോ, എത്രയോ തവണ തെറ്റിപ്പോയിട്ടുണ്ടാവാം. എന്നിട്ടും ദൈവം ഇന്നും നമ്മളെ വിശ്വസനയായിട്ട് എണ്ണുന്നില്ലേ? ഇനി തെറ്റ് ചെയ്യില്ല, ഇനി തെറ്റ് ചെയ്യില്ല എന്ന് വെച്ചിട്ട്. ഓക്കെ, കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും ഒരു യോഗ്യത ഇല്ലാതെ പലപ്പോഴും തെറ്റിപ്പോകുന്നവരേ ഉള്ളൂ. ഓക്കെ, അവരെല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവിടെ വന്നപ്പോഴാണ് അവർ ദൈവവചനം തള്ളിക്കളയുകയും അതിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയും ചെയ്തത്. എബ്രായ ലേഖനം 6:1-9 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ദൈവത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അതായത് ദൈവവചനം, എബ്രായ ലേഖനം 6 കാര്യമല്ല, അവിടെ പറയുന്ന കാര്യങ്ങൾ വായിച്ചോളുക. അപ്പൊ നമുക്ക് വേണ്ടി തന്ന എന്താണ് ഒരു ഭാഗം മാത്രം വെച്ചാൽ ദൈവം ഒരു പരിപൂർണ മനുഷ്യൻ, നമ്മളിപ്പോ ഇവിടെ പഠിച്ചതാണ്, ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച. ആ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ഓരോ ഘട്ടത്തിലൂടെ കടന്നു വളർച്ച പ്രാപിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടമായിട്ട് വരും. ഒരുപാട് ജനം ഉണ്ടാവും. ഓരോ വചനവും വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുമ്പോൾ കഠിനമായി വരുംതോറും സംഖ്യ കുറയും. അവസാനം പരിശുദ്ധാത്മ പ്രാപിച്ച് സ്നേഹമെന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പോകുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കർത്താവ് നമുക്കായി തരുന്ന വചനത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ദൈവം അത് സ്വീകരിക്കുകയില്ല, സമ്പൂർണ്ണ വളർച്ചയാവുകയില്ല. ബാഹ്യമായ വളർച്ച അത് കൊണ്ടുപോകില്ല. പൂർണ്ണമായതാണ് കർത്താവ് പ്രതീക്ഷിച്ച് വരുന്നത്. ദൈവവചനത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ എല്ലാ വചനത്തെയും ഏറ്റുകൊള്ളണം. ഇത് ചുമ്മാ ഒരു കഥ കേൾക്കും പോലെ ആകരുത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഹൃദയം വൈബ്രേറ്റ്. കാര്യം എന്താ? ഇത് പറഞ്ഞവൻ ഇത് അനുസരിക്കുന്നവനെ മാത്രം കൊണ്ടുപോകുന്നവനാണ്. അങ്ങനത്തെ ചരിത്രമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനമുണ്ടായിരുന്നിട്ടും ഭക്തന്മാരെന്ന് തങ്ങൾക്ക് തന്നെ വിലയിട്ട് സഭയും ലോകവും വിലയിട്ടിട്ടും ദൈവം അവരെ പരിശോധിച്ചപ്പോൾ ഈ വചനം അവർക്കായി കൊടുത്ത ഒരു വചനവും അവരിലില്ലായിരുന്നു. അവർ പരസംഗം ചെയ്തു, വിഗ്രഹാരാധിയായിരുന്നു. അങ്ങനെ പോകരുത്. കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യാം എന്നല്ല, കർത്താവെ നമുക്ക് തരുന്ന പലപ്പോഴും കഠിനമായതായിരിക്കും. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം. നോക്കൂ, 100% ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ട്. യൂദായെ പോലുള്ളവർ. യേശുക്രിസ്തുവിനല്ലാതെ ആർക്കും യൂദ എപ്രകാരമുള്ളവനായിരുന്നു എന്നും അറിയാൻ കഴിയില്ല. യൂദയെ കുറിച്ച് ലോകം ഒരുപക്ഷെ തെറ്റായിരിക്കാൻ പറഞ്ഞത്, പക്ഷെ യൂദയുടെ ഹൃദയം വൈബ്രേറ്റ് ചെയ്യുന്നതും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ജീവിക്കാനുള്ള വ്യഗ്രതയും ദൈവത്തിന് നല്ലവണ്ണം അറിയാം. എന്നാൽ ഞാൻ ഇവിടെ നിർത്താം, ശ്രദ്ധിക്കുക. സാക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറഞ്ഞു. ഓക്കെ, വേറെ ആരെങ്കിലും സാക്ഷ്യം ഉണ്ടോ? അതനുസരിച്ച് നിർത്താനാണ്. ഓക്കെ, എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവർ അക്കാലത്തുണ്ടായിരുന്ന അക്കാലത്തുണ്ടായിരുന്ന സഭാവ്യവസ്ഥിതികളിൽ പങ്കുവച്ചവരായിരുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂ. മനസ്സിലായോ? ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നവർ എവിടെ ആയിരുന്നു? എവിടെ ആണെന്നല്ല, സഭാവ്യവസ്ഥകളിൽ പങ്കുള്ളവരായിരുന്നു. നമ്മൾ തന്നെ സംഘടനാ സഭയിലായിരുന്നില്ലേ? കാലത്തികവിൽ കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. കാരണം എന്താ? ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നു. വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടും പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നു എങ്കിലാണ് ഛർദിൽ തിരിഞ്ഞു നിന്ന നായ്ക്കളെ പോലെ പേര് മായ്ക്കുക തന്നെ ചെയ്യും. അപ്പോ നമുക്ക് പുകഴാൻ ഒന്നുമില്ല. നമ്മളും അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ മോശമായിട്ട് നമ്മളെ കാര്യം നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് അറിയാം, ആൾക്കാർക്ക് അറിഞ്ഞാലില്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ബലഹീനപ്പെട്ട് സംഘടനാ സഭയിലും ചിലപ്പോൾ അവിടെയും വെറുതെ പോയിരുന്നു. ഹൃദയം കൊണ്ട് നമ്മൾ അകലെയായിരുന്നു. അവിടെ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ദൈവത്തിന്റെ കരുതൽ. ദൈവത്തെ ആധാരമാക്കിയുള്ള ഒരു സഭാ വ്യവസ്ഥ തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. അവരും സംഘടനാ സഭക്കാർ അങ്ങനെ തന്നെയായിരുന്നു. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു എങ്കിലും
സത്യത്തിനനുസരണമായി അവർ ദൈവത്തെ ആരാധിച്ചിരുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വെളിപ്പാടിലല്ല. സത്യത്തെ വെളിപ്പാടിൽ ആരാധിക്കുന്നതാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്താണ് വെളിപ്പാടിൽ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ? വെളിപ്പാടിൽ ലൈവ് പോയോ? ലൈവ് തീർന്നു, റെക്കോർഡിങ് ചെയ്തില്ല. നല്ല സന്ദേശമായിരുന്നു. നോക്കട്ടെ. ഇല്ലല്ല, ലൈവ് ഉണ്ട്. അപ്പൊ എന്താണ് വെളിപ്പാടിൽ ആരാധിക്കാന്ന് പറഞ്ഞാൽ? നമ്മളിത് ഓരോരുത്തർ പഠിപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, കാലം നോക്കിയാലും ഉപദേഷ്ടകന്മാരാകേണ്ട പ്രായമായി. അല്ലല്ല, ഇത് മൂന്നെന്നല്ല കാണുന്നത്. ഇത് മൂന്നെന്ന് പറയുന്നവൻ വെളിപ്പാടുള്ളവനല്ല. ഇത് ഒന്ന് എന്ന് പറയുന്നവൻ വെളിപ്പാടെന്ന് വെച്ചാൽ എന്താ? ഇത് മൂന്ന് എന്ന് വായിച്ചാൽ മനസ്സിലാവും. അവിശ്വാസി വായിച്ചാലും വിശ്വാസി വായിച്ചാലും മൂന്ന് എന്ന് തോന്നുന്നത് ആത്മക്കണ്ണിൽ ഒരു കാഴ്ച കാണും. ആ കാഴ്ചയാണ് കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവമാണ് കാണാൻ കഴിയുന്ന ശരീരത്തിൽ വന്നത്. ഇത് അവർക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് വെളിപ്പാട് ലഭിച്ചു. ഒന്ന്, ഈ ശരീരത്തിൽ വന്ന ദൈവം എന്ന ആത്മാവ് തന്നെയാണ് പോയി കുറഞ്ഞോന്ന് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ലോക അവസാനം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതായത് ആത്മാവായ ദൈവം ശരീരത്തിൽ വന്നിട്ട് പേര് യേശുക്രിസ്തു. ഈ ശരീരത്തെ സ്വർഗീയടങ്ങളിലേക്ക് യാഗവസ്തു, അതാണ് സ്വർഗത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട്. ലോകം തുറന്നു യേശുക്രിസ്തു സ്വർഗത്തിരിക്കുന്നു. ആ യാഗവസ്തു കുറച്ചുകൂടെ അടുപ്പിച്ച് പറഞ്ഞാൽ എന്താ? ആ അറക്കപ്പെട്ട ശരീരമൊന്നും അവിടെ ഇരിക്കില്ല. രക്തം ചീന്തി വന്ന് പ്രവാചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവാചനം വേറൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ആ വചനം ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു ആളത്ത് കുറെ അനുസരിക്കാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ വ്യക്തി തെറ്റിപ്പോയിട്ട് ഒന്ന് ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. കാര്യം എന്താ? അനുസരിക്കേണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത നമുക്കൊരു ആശ്വാസത്തിന് ദൈവത്തിന്റെ രീതിയാണ്. തെറ്റിപ്പോയാൽ എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കാം എന്നും കൂടെ പറഞ്ഞാലോ? മനഃപൂർവ്വം തെറ്റിയാണോ? അല്ല. ഒന്ന് തെറ്റിപ്പോയാൽ ആ ഹൃദയ നുറുക്കത്തോടു കൂടെ കർത്താവെ തെറ്റിപ്പോയി വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് പഴയ അവസ്ഥയിൽ വെക്കുന്ന ഒരു ദൈവം, എത്ര വലിയ ദൈവം! അപ്പോൾ ഈ പാപത്തിൽ നമ്മുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് പണ്ട് മൂന്നെന്ന് പറഞ്ഞിട്ടിരുന്നത് നമ്മളാ. അന്ന് അറിവില്ലായ്മകളെ അറിഞ്ഞിട്ടോ തെറ്റിപ്പോയി കർത്താവെ ഇപ്പോഴാ മനസ്സിലായത്. കാണിച്ചത് ദൈവമാണ്. ഒന്ന്. അപ്പൊ കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവം കാണുന്ന ശരീരത്തിൽ വന്നിട്ട് ആ ശരീരവുമായി മുകളിലേക്ക് പോയിട്ട് ആ വചനം ഇന്ന് എനിക്ക് വേണ്ടി വാദിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് മാത്രം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അടികൊള്ളൂ. പക്ഷെ ഇടയ്ക്കൊരു ഓപ്ഷൻ തന്നു, അഥവാ തെറ്റിയാൽ ആത്മാർത്ഥ ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ ആ വചനം നമുക്ക് വേണ്ടി ഇന്നോടെ നിലനിൽക്കുന്നു എന്നാണ്. കർത്താവിന്റെ വരവായിട്ടില്ല. ക്ഷമിക്കുക, ഏറ്റുപറയുന്നു എങ്കിൽ എന്ന് പറഞ്ഞ വചനം നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. അതായത് അപ്പോൾ ഈ യാഗവസ്തു വീണ്ടും നമ്മുടെ പാപം എവിടേക്ക് പോകുന്നു? ആ യാഗവസ്തുവിലേക്ക് പോകുന്നു. ആ പാപത്തെ വീണ്ടും അത് കത്തിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ എന്റെ പിതാവ് എന്നെ കാണുന്നത് എത്ര വലിയ സ്നേഹം! നമുക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്വന്തം മക്കളായിരുന്നാലും എത്ര തവണയായി എനിക്ക് നിന്നെ അറിയാം എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ തന്നെ ഒരാളിങ്ങോട്ട് ക്ഷമ പലതവണയായി എന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഇതുപോലെ എന്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വെച്ചാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അതാ കഴിഞ്ഞതിന്റെ മുകളിലത്തെ മെസ്സേജിൽ പറഞ്ഞത്. ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളും അങ്ങനെ ആയിരിക്കുന്ന. ദൈവം നമ്മുടെ പാപങ്ങളെ പൊളിച്ചു കളഞ്ഞു. ദൈവം പൊളിച്ചതിനെ ഞാൻ പണിയുന്നു എങ്കിൽ ലംഘനക്കാരൻ, പക്ഷെ ഞാൻ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയതിനെ കർത്താവിന്റെ നാമത്തിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ അത് ദൈവം ക്ഷമിച്ചു. പക്ഷെ ഈ വക കാര്യങ്ങൾ അറിയാവുന്നവർ നമ്മെ ഓരോരുത്തരും നോക്കിയിട്ട് ഇന്നും പഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരും സഭയിലായിരിക്കാം മണവാട്ടി എന്ന് പറയുന്നു. അവർ ലംഘനക്കാരെന്ന് വരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അടുത്ത ആഴ്ച എടുക്കാം. അവിടെ പറയുന്ന യേശു ഇതാണ്. കർത്താവ് യേശു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. കർത്താവെ അവരുടെ പിഴകളെ ക്ഷമിക്കണമേ എന്ന് ഞാനും കൂടെ പ്രാർത്ഥിക്കണം. അവരെന്നെ മുമ്പിൽ ഒന്ന് ക്ഷമ ചോദിച്ചു. അപ്പൊ ഞാനും അവരെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ക്ഷമിക്കുന്നത് എന്റെ പാപങ്ങളെയാണ്. പൂർണ്ണമായി ക്ഷമിക്കുന്നു. പക്ഷെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? അവർക്ക് വേണ്ടി. അപ്പൊ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ ഞാൻ അനുഭവിക്കണമെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ഞാനാണെങ്കിലോ നീ അനുഭവിക്കുന്നത് ഞാൻ കാണും, ഞാൻ ആരെന്ന് അറിയാമോ? എന്നെയാണ് പറഞ്ഞത്, നീ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ഒരു ബന്ധവും ഇല്ലെന്നാ. ആരായാലും ക്രിസ്തുവിന്റെ പാതയല്ല നമ്മൾ പിന്തുടരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കാര്യം എന്താ? നമ്മുടെ ബുദ്ധി തന്നെ വഴി നടത്തി. അങ്ങനെ വരുമ്പോഴത്തെ ഞാൻ വിഗ്രഹാരാധിയായി എഴുന്നേക്കാം. ഇവിടെ ലാസ്റ്റ് പറഞ്ഞത്
ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ അക്കാലത്തുണ്ടായിരുന്ന സഭാ വ്യവസ്ഥിതിയിൽ പങ്കുള്ളവരായിരുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തെ ആധാരമാക്കിയുള്ള ഒരു സഭാ വ്യവസ്ഥ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നെങ്കിലും വെളിപ്പാടിലല്ല ആരാധിച്ചത്. ഇവിടെ അങ്ങനെയല്ല, സത്യത്തിൽ എന്നാണ്. സത്യം എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. വെളിപ്പാട് മനസ്സിലായില്ല? ഈ ഷെഡിന്റെ മറയുടെ അപ്പുറത്ത് നിന്നിട്ട് ഇവിടെ എത്ര വരെ ഇരിക്കും നമുക്കറിയില്ല. ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അവിടെ 10-15 പേരുണ്ട്. ഇവിടെ വരുമ്പോഴാണ് വ്യക്തമാകുന്നത്. അത് മറ നീക്കി കിട്ടിയതുപോലെ ആത്മാവിൽ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരുവന്റെ 3 പ്രവർത്തന മേഖലകളാണ് എന്നും വ്യക്തമായി മനസ്സിലാക്കുന്നവരാണ് വെളിപ്പാടിൽ ആരാധിക്കുന്നത്. ഇല്ലാത്തവർ ഭൂതങ്ങൾക്ക് ആരാധന കഴിക്കുന്നവരാണ്. ഓക്കെ, പ്രാർത്ഥിക്കാം. സന്നിച്ച മുമ്പോട്ട് വന്നത് വിഷയത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവാം കർത്താവേ, ഈ സന്ധ്യാവേളക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. മാതാ, അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ച് നടത്തി കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. യേശുവെ, അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടെ എവിടെയായിരുന്നു ഞങ്ങൾ ഇത്രത്തോളം അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് നിന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആരാധിച്ച് അങ്ങയുടെ ആത്മീയ ആഹാരം വിളമ്പിത്തരുവാൻ അങ്ങേക്ക് മനസ്സായതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവെ. പല ദേശങ്ങളിലായി, പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങളെ ഇന്ന് പൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം കർത്താവെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഏകസത്യ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്, പിതാപുത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്തെന്ന് മറ നീക്കി ഞങ്ങൾക്ക് നൽകി. ഇന്ന് പൽക്കാലം കർത്താവ് സ്തോത്രം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ആരുടെ എല്ലാം പേര് നീക്കിക്കളയും. മണവാട്ടി എങ്ങനെയായിരിക്കണം, എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ആരാധിക്കണം എന്നെല്ലാം പറഞ്ഞു തരുവാൻ കർത്താവ് സഹായിച്ചതിനായി ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു കർത്താവെ. സ്തുതിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ബലപ്പെടുത്തുകയും ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ബലഹീനങ്ങളെ, തെറ്റുകളോ കുറ്റങ്ങളോ ഓർക്കാതെ ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്താനായി സ്തോത്രവും സ്തുതിയും കരയറ്റുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസങ്ങളിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഇനിയും കർത്താവ് സ്തോത്രം ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് ഞങ്ങളിലുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് കർത്താവ് സ്തോത്രം ഉപേക്ഷിക്കുമ്പോൾ പുത്രനായ ക്രിസ്തു ഞങ്ങളോട് കർത്താവ് സ്തോത്രം ക്ഷമിച്ചു പിതാവിനോട് അപേക്ഷിച്ച് ഞങ്ങളുടെ പാപങ്ങളെ രക്ഷിച്ച് വീണ്ടും ചേർക്കുവാൻ മനസ്സുള്ളവനായി വേദനയോടെ കാത്തു നിൽക്കുന്നതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവ്. കടന്നു വന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ഓരോ ശുശ്രൂഷയിലും നിങ്ങളുടെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും വർദ്ധിപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. തുടർന്നുള്ള ഓരോ ശുശ്രൂഷയിലും നിന്നമാരെ ബലപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് മാറണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അടിയൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരവുമാറാകണമെന്ന്. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് കുറെ നാളുകളായി ഞാൻ ഈ